വെറും 4 വയസ്സിനുള്ളിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ കുഞ്ഞു വയനാട്ടുകാരിയുടെ വിശേഷങ്ങളാണ് ഇനി. മേപ്പാടി നെടുമ്പാല സ്വദേശികളായ കാളിക്കുന്നുമ്മൽ ലതീഷിന്റെയും ബിജിതയുടെയും ഇളയ മകൾ വൈഗ ലക്ഷ്മിയാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. വൈഗയുടെ പ്രയാണത്തിന്റെ കഥയറിയാം. ഹൈന്ദവ ശക്തി വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ 1000 വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രമാണ് ലളിത സഹസ്രനാമം. മുതിർന്നവർക്ക് പോലും ചൊല്ലിത്തുടങ്ങുമ്പോൾ സ്തോത്രത്തിലെ അക്ഷരങ്ങളെല്ലാം വായിച്ചെടുക്കാൻ പ്രയാസമാണ്. ഇതാണ് വെറും 4 വയസ്സു മാത്രമുള്ള നമ്മുടെ വൈഗക്കുട്ടി പഠിച്ചെടുത്ത് അർത്ഥം ചോരാതെ കിറുകൃത്യമായ ഉച്ചാരണശുദ്ധിയോടെ ചൊല്ലുന്നത്. വെറുതെ അങ്ങ് ചൊല്ലുകയല്ല, അക്ഷരശുദ്ധിയോടെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സഹസ്രനാമം ചൊല്ലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മേപ്പാടി നെടുമ്പാലയിലെ വീട്ടിലെത്തിക്കുകയും ചെയ്തു ഈ കുഞ്ഞുമിടുക്കി. അച്ഛനും അമ്മയും ദിനവും ചൊല്ലുന്ന സഹസ്രനാമം കേട്ടാണ് വൈഗക്കുട്ടിയും സ്തോത്രജപം തുടങ്ങിയത്. ആ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തിലൂടെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോവുകയും അവിടെ നിന്നൊക്കെ എല്ലാ സഹസ്രനാമം ആലപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നാമജപം നടത്തി അവർക്ക് ധൈര്യമായി. അപ്പോൾ അവൾ തന്നെ 19 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ കളരിയിൽ, ഞങ്ങൾ കളരി പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ കണ്ണൂർ വെച്ചിട്ട് കളരിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് റെക്കോർഡ് ഷൂട്ട് ചെയ്തതും. അവൾ 19 മിനിറ്റ് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. പിന്നീട് ആലപ്പുഴ സ്വദേശിയായ അഭിലാഷ് ജി പിള്ളയുടെ ലളിതാമൃത പഠനവേദിയിലൂടെ അമ്മയും അച്ഛനും സഹോദരി ശ്രീയയ്ക്കുമൊപ്പം വൈഗിയും പഠനം തുടങ്ങി. പഠനവേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളും വൈഗിയാണ്. തുടർന്ന് അഭിലാഷ് ജി പിള്ളയാണ് വൈഗിയെ ലളിതാ സഹസ്രനാമം കാണാപ്പാഠം പഠിപ്പിക്കാനുള്ള ദൗത്യം അമ്മയെ ഏൽപ്പിച്ചതും റെക്കോർഡിനെ കുറിച്ച് പറയുന്നതും. അധികം വൈകാതെ തന്നെ അമ്മ ബിജിത ദൗത്യം പൂർത്തിയാക്കി. ലളിതാ സഹസ്രനാമം കാണാതെ പഠിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചൊല്ലി പൂർത്തിയാക്കി കുഞ്ഞു വൈഗ റെക്കോർഡും നേടി. 14 മിനിറ്റ് കൊണ്ടാണ് കുഞ്ഞു വൈഗ സഹസ്രനാമം പൂർത്തിയാക്കിയത്. കുഞ്ഞു വൈഗയുടെ പ്രയാണം പിന്നെയും തുടരുകയാണ്. പുതിയ നേട്ടങ്ങൾ കൊയ്യാൻ കുഞ്ഞുമിടുക്കിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം.